എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ മഞ്ചാടിയുടെ സ്കൂളില് വിദ്യാഗോപാല പൂജയാണ് കേട്ടോ. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാറുണ്ട് അത്ര. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരുന്ന സമയത്ത് പുഷ്പങ്ങള്, നിലവിളക്ക്, ചന്ദനത്തിരി, തിരിനൂല്, എണ്ണയൊക്കെ കൊണ്ടുവരാനായിരുന്നു. അപ്പൊ ഇതാ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. കാലത്ത് എഴുന്നേറ്റപ്പം വിചാരിച്ചു കുളിച്ച് ഈറനോടുകൂടെ തന്നെ അവിടെ ചെന്ന് ഇറങ്ങേണ്ടി വരുന്നത്. കാരണം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് വരുന്ന സമയത്ത് മഴ ഞങ്ങളെ ചതിച്ചില്ല ഗൈസ്. മഴക്കാരുണ്ടെങ്കിൽ കൂടെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങള് അവിടെ ചെന്നതും അവര് ഞങ്ങളുടെ അടുത്തുനിന്ന് പുഷ്പങ്ങളും അതുപോലെ തന്നെ എണ്ണയും തിരുനൂലും ഒക്കെ മേടിച്ചു വെച്ചു. പിന്നെ നിലവിളക്കുമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ചെന്നിരുന്നോളാൻ പറഞ്ഞു. പിന്നെ 2 ഇലച്ചീന്തുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഒന്നില് നിലവിളക്ക് വെക്കാനും ഒന്നില് പുഷ്പങ്ങൾ വെക്കാനുമായിരുന്നു. പിന്നെ അവിടെ കാലത്ത് ഗണപതി ഹോമമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അത്ര. പിന്നെ അത്ര കാലത്ത് തന്നെ കുട്ടികൾക്ക് എന്തായാലും എത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് ഇവർക്ക് വേണ്ടി നടത്തുന്ന ഒരു പൂജയാണ്. ഇത് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, പുറത്തുനിന്നിട്ടുള്ള കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് സ്കൂൾ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നടത്തുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല പഠന മികവിന് വേണ്ടിയിട്ടും നല്ല ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. പിന്നെ ഇതാ കാണുന്നില്ല ഗൈസ്, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ആ മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം പിന്നെ ടീച്ചേഴ്സ് വന്നിട്ട് വിളക്കില് എണ്ണ ഒഴിച്ചു തന്നു, തിരിയിട്ട് തന്നു, തിരി കൊളുത്തി തന്നു. അപ്പൊ ഇതാ ഞങ്ങള് നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷയിൽ എത്ര നല്ല കുട്ടിയായിട്ട് അവൾ അവിടെ ഇരിക്കുന്നു. പിന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് മസിൽ പിടിക്കാതെ പോസ് ചെയ്യില്ല. പോസ് ചെയ്യാൻ പറയാതെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. സ്കൂളിലെ പൂജ കഴിഞ്ഞു, ഞങ്ങൾ ഇതാ തിരിച്ചിറങ്ങി. പൂജ കഴിഞ്ഞതും അവിടുത്തെ കുട്ടികളുടെ തന്നെ ഭജൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭജൻസ് കേൾക്കാൻ തന്നെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചന്ദനം തൊട്ട് കൊടുക്കാൻ പോയപ്പം അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ തുടരണം എന്ന് പറഞ്ഞിട്ട് വാശിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.